ആ ശേഖര, മരുന്നിന് ഇന്തുപ്പ് വേണം, കുറച്ചധികം വേണത്രേ. ആളെ ഇപ്പൊ തന്നെ അയക്ക. അമ്പലത്തിൽ ചുറ്റുവിളക്ക്, വാസേന്റെ അടുത്തുള്ള ആൾക്ക് പുംസവനം. നമ്പൂരി ആ സമയത്ത് വന്നാൽ ഉറപ്പിക്കണ്ട. ആ ശേഖര, രണ്ടാള് രണ്ട് വഴിക്ക് പോട്ടെ. 1 തുലാം ഇന്തുപ്പ് കിട്ടുവച്ചാൽ അത്ര എളുപ്പമല്ല. ഓ, കുട്ടിക്ക് എന്റെ കൂടെ അമ്മാത്തേക്ക് വന്നാലോ എന്നൊരാലോചന. ഓ, ഒരാഴ്ച അവിടെ നിന്നാൽ ആവാം. കിഴക്കണം, എന്നാൽ ഉള്ള വസതല്ലേ പറയണ്ടു. മൂന്നാമതൊന്നും കൂടി വന്നപ്പോ വടക്കേക്കെട്ടിലെ കോലാഹലം കൂടിയെന്നൊരു ഗുണേ ഉണ്ടായിട്ടുള്ളൂ. വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പളാ തോന്നണേ. അതങ്ങോട്ട് ഭൂസ്വാഹ 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 ഭൂർഭുവസ്വസ്വാഹ ഭൂർഭുവസ്വസ്വാഹ. അങ്ങോട്ട് വയ്ക്കാം, മുഴുവൻ അങ്ങോട്ട് വയ്ക്കാം. ആ ആ ആ ആ ആ. ഇനി ഒരു പൂവെടുത്ത് ആരാധിക്കാം. ഗംഗണപതിയെ നമ. ഗംഗണപതിയെ നമ. മതി മതി. ആ, ഇനി തൊഴിലെണീക്കാം. മൂത്ത ആൾക്ക് 2 പെണ്ണാ, മറ്റത് പെറ്റിട്ടില്ല. രണ്ടും കൂടി ഏത് നേരത്തും കടിപിടി തന്നെ. കുട്ടിക്കാവിന് ഇത്തിരി പരോശല്ലേ? അതിന് കുട്ടിയാത്തന്മാര് വല്ലതും കഴിക്കണ്ടേ? നുള്ളി തിന്നേ ഉള്ളൂ. വായിക്ക് വേണ്ടായി മാത്രമേ ഉള്ളൂ. അതോ ഓക്കാനും തുടങ്ങിയാവോ? ഏയ് മിണ്ടാതിരുന്നോ? അപ്പോ സരോജിനിയുടെ കല്യാണം കഴിഞ്ഞുല്ലേ? ആ കഥ കേട്ടില്ലല്ലോ. അപ്പുക്കുട്ടിന്റെ ആലോചന വന്നപ്പോ അവളുടെ അമ്മാവ് സമ്മതിച്ചില്ല, വേറൊന്ന് നിശ്ചയിക്കുകയും ചെയ്തു. അപ്പോ ഞാൻ ആ സൂത്രം പറഞ്ഞു കൊടുത്തത്. ആഹാ, എന്ത് സൂത്രം? കല്യാണക്കാര് പഠിക്കലെത്തിയപ്പോ സരോജിനിക്ക് ദണ്ണളക്കം, കൂക്കും വിളിയും കയ്യും കാലിട്ടടിക്കലും ബഹളം മയം. പിന്നെന്താ ചെയ്യാ, കല്യാണം മുടങ്ങി. പിന്നെ അപ്പൂട്ടിന്റെ ആലോചന വന്നപ്പോ അമ്മാമ്മ സമ്മതിച്ചു, ദണ്ണളക്കവും മാറി. മോളെ, എന്താച്ചാ? ഇപ്പൊ ആള് വന്നിരിക്കണു. നല്ല സുഖമില്ലാത്രേ നമ്പൂരിക്ക്. അധികമില്ല, രാവിലെ പുറപ്പെട്ടുള്ളൂ. എന്തിനാ രാവിലെ ആക്കണേ? വേറ്റ ആള് സുഖമില്ലാണ്ട് കിടക്കുമ്പോ അമ്മാത്ത് വിരുന്ന് പാർക്കണമെന്നുള്ള ആക്ഷേപം. പിന്നെ ദീനം വൈഷമിച്ചിരിക്കണോ തിരുമേനി? ആനയെ നോക്കി വരുമ്പോ പൂമുഖത്ത് എത്തുന്നതിന് മുമ്പേ വീണു. തെക്കിനിത്തറയെ കൊണ്ടുപോയി കിടത്തി. പിന്നെ എണീറ്റിട്ടില്ല. ഇതാ ഇപ്പഴാ കഴിഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു, അത്രക്കേ വിധിച്ചിട്ടുള്ളെന്ന് വിചാരിക്കുക. അല്ലാണ്ട് എന്താ പറയാ? വരും.
കുളിക്കണ വെച്ചാൽ പുറത്ത് മറച്ചു കെട്ടിട്ടുണ്ട്. വെള്ളം പാർന്നിരിക്കണം. അവര് പറയണമാതിരി ചെയ്യാന്നല്ലാതെ അടിയൻ എന്താ ഒരു നിവൃത്തി? ആരൊക്കെ അവൻ ദോഷപ്പെടുത്തിയെന്ന് വല്ല ഊഹം കേട്ടോ? ആരും ഉറപ്പായിട്ട് അങ്ങോട്ട് പറയണില്ല. പറയാത്തവരെ കൊണ്ട് പറയിപ്പിക്കാൻ എന്താ സാധാരണ ചെയ്യാ? പറയും. തേളിനെയും പാമ്പിനെയും ഒക്കെ അകത്തേക്ക് ഇട്ടുന്നു എന്ന് കേട്ടിട്ടുണ്ട് പണ്ട്. ആ ഇപ്പൊ പറ്റില്ലല്ലോ. കാലം പഴച്ചില്ലേ പുല്ലശ്ശേരി. പായൽ കെട്ടി ഉരുട്ടലും പണ്ടത്തെ ഒരു പ്രയോഗ. കാലസ്ഥിതിക്ക് അനുസരിച്ച് വേറെ ചിലതൊക്കെ നോക്കാം. വെയിലാവണേന് മുമ്പേ തുടങ്ങാന്നുണ്ട്. കണ്ടില്ലേ നോട്ടം? നമ്മളെന്തോ ദുഷ്കർമ്മം ചെയ്യാന്നല്ലേ തോന്നുക. വേഗം ആവട്ടെ എല്ലാവരും. മുജ്ജന്മത്തിലെ പാപകൃത്യങ്ങൾ കൊണ്ടാണ് അനപത്യം, വൈധവ്യം തുടങ്ങിയ ദുർവിധികൾ വരുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ഭഗവന്നാമങ്ങൾ ജപിച്ചും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും കഴിയണമെന്നാണ് വിധി. അടുത്ത ജന്മമെങ്കിലും നല്ലത് വേണമെന്ന് വിചാരമുണ്ടെങ്കിൽ കുറ്റം സംബന്ധിച്ച് സത്യാവസ്ഥകൾ മുഴുവൻ പറയാൻ തയ്യാറുണ്ടോ? ചോദിക്ക്. മറുപടി ഉണ്ടോ? ഒന്നും പറയുന്നില്ല. ഏതെങ്കിലും പുണ്യസ്ഥലത്തിനടുത്ത് താമസിക്കാൻ സൗകര്യം ചെയ്തു തരും തെറ്റുകുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞാൽ. അടുത്ത ജന്മമെങ്കിലും പുണ്യം ഉണ്ടാണോ എന്നൊട്ടും മോഹമില്ലെന്ന് ചോദിക്ക്. ഇതോ നശിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക്. അവര് ചോദിക്കുന്നത് കേട്ടില്ലേ? എന്തെങ്കിലും ഒന്ന് പറയൂ.
കുടിവെള്ളം കൊടുക്കാഞ്ഞാലൊന്നും പദം വരണ സാധനല്ലെന്നാ തോന്നണേ. ഇപ്പോഴും ഉണ്ടാട്ടില്ലല്ലോ. എന്നാൽ ഒരു 2 ദിവസം അത്താഴപ്പശിനി ഇറക്കട്ടെ, എന്നിട്ട് നല്ല വഴിക്ക് വരുമോ നോക്കാം. 2 ദിവസം കുറച്ച് ജാസ്തി ആയാലും തെറ്റില്ല.